നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന ഒരു ചെറിയ തെറ്റ് പോലും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാം. ഗ്രേറ്റ് ഇന്ത്യ ക്ലാസ് റൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമുക്കിപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ഉടനെ എന്താ ചെയ്യുക? ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബോ എടുക്കും അല്ലേ? അപ്പോഴേക്കും നമ്മൾ എന്തിട്ട് സെർച്ച് ചെയ്യും? മോട്ടിവേഷൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് വീഡിയോസ് വരും. എൻ്റെ ഉൾപ്പെടെ ഒരുപാട് വീഡിയോകൾ വരും അല്ലേ? അപ്പോൾ നിങ്ങളതെടുത്ത് കാണും, നിങ്ങളത് മനസ്സിലാക്കും. പക്ഷെ ആരെങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ടോ? പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നിങ്ങളെക്കാൾ നന്നായി മറ്റാർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെല്ലാം സിനിമ കാണുന്നവരാണ് അല്ലേ? ശരാശരി 2 മുതൽ 2.5 മണിക്കൂറാണ് ഒരു സിനിമയുടെ ദൈർഘ്യം. ഇത്രയും നേരം നമ്മൾ ബോറടിക്കാതെ ആസ്വദിച്ച് ആ സിനിമ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അത്രയും നേരം പോലും പഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? 20 മിനിറ്റ് പഠിച്ചാൽ ഭാഗ്യം. അത്രയും നേരം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ മടുക്കും പഠിച്ച്. എന്തുകൊണ്ടാണ് സിനിമയും ഗെയിമും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ട് നമുക്ക് പഠനം ആസ്വദിക്കാൻ പറ്റുന്നില്ല? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമുക്കത് ആസ്വദിക്കാൻ സാധിക്കാത്തത്. നമ്മൾ അരമണിക്കൂർ പഠിക്കാനിരുന്നാലും അതിൽ 15 മിനിറ്റ് മാത്രമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വീഡിയോയുടെ യഥാർത്ഥ കണ്ടന്റിലേക്ക് വരാം. എന്താണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് എളുപ്പ വഴികളാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വഴികളിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കും. പക്ഷേ ഈ വഴി നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയങ്ങളിൽ മൊബൈൽ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. ഉടനെ നിങ്ങൾക്ക് അത് എന്താണെന്ന് നോക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും. അത് നോക്കുന്നു, പിന്നെ അതിൽ കുറെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പഠനത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റീകളക്ട് ചെയ്യുക. വെറുതെ ഒരു തവണ വായിച്ചെന്ന് കരുതി നിങ്ങൾ പഠിക്കില്ല, മറിച്ച് അത് വായിച്ചതിന് ശേഷം നിങ്ങളത് തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ശേഷം അതൊന്ന് റിവിഷൻ നടത്തുക. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിവിഷൻ നടത്തിയാൽ മാത്രമേ മറക്കാതിരിക്കുകയുള്ളൂ. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ ഒരു കാരണവശാലും റാങ്ക് ഫയൽ പഠിച്ചു തുടങ്ങരുത്. നിങ്ങൾ ആദ്യമായി പഠിക്കേണ്ടത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുള്ള ബുക്കാണ്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്ന് വേണം തുടങ്ങാൻ. റാങ്ക് ഫയലിൽ എല്ലാ വസ്തുതകളും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ ഏതാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ എടുക്കൂ. എന്നിട്ട് പേജുകളായിട്ട് ഓരോ പേജുകളായിട്ട് പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് മേഖലയാണ് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ ചോദ്യം ചോദിക്കുമോ, ഇത് ചോദിക്കില്ലേ, ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സോ ആദ്യം തന്നെ നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കാതെ പരമാവധി പ്രീവിയസ് ഇയർ ചോദ്യത്തിന്റെ ബുക്കുകൾ മാത്രം പഠിക്കുക. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും മനസ്സിൽ കരുതേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതൊരു കാരണവശാലും നിങ്ങൾ അത് തെറ്റിക്കരുത്. മറ്റൊന്നുമല്ല, PSC പരീക്ഷയിൽ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളിൽ നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, PSC പരീക്ഷയിൽ നെഗറ്റീവ് മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മാർക്കും 1000 മുതൽ 10000 റാങ്കിന്റെ വ്യത്യാസം വരെ ഉണ്ടാക്കാം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന ഒരു ചെറിയ തെറ്റ് പോലും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാം. ആദ്യം പറയാൻ പോകുന്നത് ഫ്ലാഷ് കാർഡ് ടെക്നിക്കാണ്. എന്താണ് ഫ്ലാഷ് കാർഡ് എന്ന് നോക്കാം. കണ്ടോ, ഈ കാണുന്നതാണ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്. നമ്മളൊരു ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കൺഫ്യൂസിങ് ഫാക്റ്റുകളൊക്കെ നമ്മൾ ഇതുപോലൊരു പേപ്പറിൽ എഴുതി നമ്മുടെ റൂമുകളിൽ ഒട്ടിച്ചു വെക്കണം. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്ലാഷ് കാർഡിലെ വിവരങ്ങളൊന്ന് ഓടിച്ച് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. എന്നിട്ട് അതിലെ വിവരങ്ങൾ ഇതുപോലെ ഫ്ലാഷ് കാർഡാക്കി ഒട്ടിച്ചു വെക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലാഷ് കാർഡിലെ വിവരങ്ങൾ മനഃപ്പാഠമായിട്ടുണ്ടാവും. നിങ്ങൾ തീർച്ചയായും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇത് വർക്കൗട്ട് ആവും. കാരണം നമ്മൾ സ്ഥിരമായ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ വഴി നമുക്ക് പരിചിതമാവും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ സ്ഥിരമായി ഈ ഫ്ലാഷ് കാർഡുകൾ കാണുമ്പോൾ അതിലെ വിവരങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും. ആ ഫ്ലാഷ് കാർഡിലെ വിവരങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫ്ലാഷ് കാർഡുകൾ മാറ്റി പകരം പുതിയ ഫ്ലാഷ് കാർഡുകൾ വെക്കുക. പുതിയ വിവരങ്ങൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് അപ്ലോഡ് ചെയ്യുക. അടുത്ത മെത്തേഡിന്റെ പേരാണ് റെക്കോർഡ് ദ വോയിസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെക്കോർഡിംഗ് ആണ് സംഭവം. നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം ശബ്ദം തന്നെയാണ്. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിലെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുക. എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഇത് ശാന്തമായി കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ മെത്തേഡിന്റെ പിന്നിലെ ലോജിക് വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലെ വരികളൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടമാകും അല്ലെ? അത് നിങ്ങൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ഇതിലെ വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയുന്നു. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോഴേക്കും അത് നിങ്ങൾക്ക് ഉപകാരമായി വരുന്നു. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദത്തിന് ഒരു ഫയൽ നെയിമും കൂടെ കൊടുക്കണം.
അതായത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നെങ്കിൽ കറണ്ട് അഫയേഴ്സ് 1 എന്നോ 2 എന്നോ കൊടുക്കാം. അതുപോലെ തന്നെ സയൻസ് ആണ് പഠിക്കുന്നെങ്കിൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫയൽ നെയിമുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കണക്കാണ് പഠിക്കാൻ പോകുന്നെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷനുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കേൾക്കാം. ഹിസ്റ്ററി ആണെങ്കിൽ പരമാവധി കഥയുടെ രൂപത്തിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കുമ്പോഴും നല്ല ആസ്വാദ്യമായിട്ട് തോന്നും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് പതിയുകയും ചെയ്യും പെട്ടെന്ന്. അടുത്തതൊരു അടിപൊളി മെത്തഡാണ് കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരാം. ഈ മെത്തേഡിന്റെ പേരാണ് ഹിയർ ദ മ്യൂസിക്. അങ്ങനെ പറഞ്ഞ് ഞാൻ അതിന്റെ വില കുറയ്ക്കുന്നില്ല, മൊസാർട്ട് എഫക്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ ഇതിന്റെ എഫക്റ്റ് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി വിജയിച്ചതാണ്. പാട്ട് കേട്ടാൽ എങ്ങനെയാ പഠിക്കുക, എങ്ങനെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയായിരിക്കും പലരും ചിന്തിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും തോന്നാം ഇത് പഠിക്കാനുള്ള മെത്തേഡാണോ പഠിക്കാതിരിക്കാനുള്ള മെത്തേഡാണോ എന്ന്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ മ്യൂസിക് കേൾക്കാറുണ്ടല്ലേ. മ്യൂസിക്കിന് അങ്ങനെ ഒരു മാജിക്കൽ പവർ ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഉണ്ടാവേണ്ടത് മ്യൂസിക്കിലല്ല, മറിച്ച് പഠനത്തിലാണ്. ചിലർക്കെങ്കിലും ഇങ്ങനെ ഈ മ്യൂസിക് കേട്ട് 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 ചിലപ്പോൾ ഉറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. വെയിറ്റ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ കേൾക്കേണ്ടത് അടിച്ചുപൊളി പാട്ടൊന്നും അല്ല കേട്ടോ, മറിച്ച് നിങ്ങൾ കേൾക്കേണ്ടത് ശാന്തമായിട്ടുള്ള മ്യൂസിക് ആണ്. അതായത് മ്യൂസിക് വിത്തൗട്ട് ലിറിക്സ് ഒന്നുമില്ലാത്ത നല്ല ശബ്ദം കുറച്ച് ശാന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഹെഡ്സെറ്റ് വെച്ച് വേണം നിങ്ങളത് കേൾക്കാൻ. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഗുണമാകുന്ന ഒരു മെത്തേഡാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പരീക്ഷയും ആവട്ടെ, ആ പരീക്ഷ നടക്കുന്നതിന് മിനിമം 6 മാസം മുമ്പുള്ള PSC നടത്തിയ എല്ലാ പരീക്ഷകളുടെയും ചോദ്യ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്യുക. PSC നടത്തുന്ന ടെക്നിക്കൽ പരീക്ഷയുടെ പേപ്പറുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചോദ്യ പേപ്പർ എടുക്കുക, അതിൽ ഓരോ ചോദ്യങ്ങളായിട്ട് അനലൈസ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം എടുക്കുക, അത് ഏത് മേഖല എന്നാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും നോക്കുക. ഈ മേഖലകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മേഖലകളിൽ നിന്നായിരിക്കും പരീക്ഷയ്ക്ക് വീണ്ടും ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ, അതായത് ഈ മേഖലകൾ അനലൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലാകും. ഏത് മേഖലയാണ് ഇപ്പോൾ PSC അധികമായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, വരും പരീക്ഷകളിൽ ഏത് മേഖലയായിരിക്കാം ചോദിക്കാൻ സാധ്യത കൂടുതൽ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുവിധം നിങ്ങൾ റാങ്ക് ഫയൽ വിവരങ്ങളൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആശ്രയിക്കേണ്ടത് വെബ്സൈറ്റുകളെയാണ്. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മത്സ്യബന്ധനത്തെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ കേരള ഫിഷറീസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. റാങ്ക് ഫയലുകളിൽ പോലും ഇല്ലാത്ത ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റുകളിലൂടെ ലഭിക്കും. ഇത്തരത്തിൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് PSC പരീക്ഷയിൽ ഒരുപാട് ഉപകാരപ്പെടും. അതിനുള്ള തെളിവാണ് ഞാൻ എന്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവായി ഇത് കണ്ടു നോക്കണം. നിങ്ങളിങ്ങനെ റാങ്ക് ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ചുവപ്പ് പച്ച മഷി പേന കൂടി കരുതണം. മറ്റൊന്നിനുമല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും എന്നുള്ള ഉറപ്പുള്ള ചില വസ്തുതകൾക്ക് നേരെ ചുവന്ന മഷി പേന കൊണ്ടുവന്ന് ടിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് നേരെ പച്ച മഷി കൊണ്ട് ടിക്ക് ചെയ്യുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നീട് റിവിഷൻ നടത്തുമ്പോഴേക്കും ചുവപ്പ് മഷിയുള്ളത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. കാര്യം പച്ച നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതായിരിക്കും. പഠനം കുറച്ചും കൂടി എളുപ്പമാക്കാൻ നിങ്ങൾ അത് സഹായിക്കും. നിങ്ങൾ ഒരു കാരണവശാലും 2-3 മണിക്കൂറുകൾ തുടർച്ചയായി പഠിക്കാൻ പാടില്ല. ഈ സമയത്തെ നിങ്ങൾ ചെറിയ അരമണിക്കൂറുള്ള ചെറിയ പാർട്ടുകളായി തിരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ചിലരൊക്കെ ബ്രേക്ക് എടുക്കുന്നത് മാത്രം ഓർമ്മയുണ്ടാവും, പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. അടുത്ത മെത്തേഡാണ് സെർച്ച് ദ ഇമേജ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇമേജ് സെർച്ച് ചെയ്യുക. പലരും ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണിത്. ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്, അതുപോലെ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊക്കെ. നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിളിൽ അതിന്റെ ഉത്തരം എന്താണ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന്റെ ഉത്തരം വരുമല്ലോ, ആ ഉത്തരത്തിൽ അതിന്റെ ഇമേജസ് നോക്കുക. ഇമേജസ് കണ്ട് മനസ്സിലാക്കി വെക്കുക. പിന്നീട് നിങ്ങൾ അത് ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പൊ PSC പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് നിങ്ങൾ അറിയുന്ന ആപ്പാടെ 2 ഒഴിവേ ഉള്ളൂ അല്ലെങ്കിൽ 3 ഒഴിവേ ഉള്ളൂ. വെറുതെ ഞാൻ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ, എന്നെക്കാൾ നന്നായി പഠിക്കുന്ന എന്തുമാത്രം പേരുണ്ട്, ഞാൻ ഇതിന് വെറുതെ അപ്ലൈ ചെയ്യണം. പക്ഷെ നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു സീറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒഴിവുണ്ടല്ലോ, നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒഴിവ് അവിടെയുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയമുണ്ടാവും. എന്നെ കൊണ്ട് PSC പഠിക്കാൻ പറ്റില്ല, കണക്ക് പഠിക്കണം, GK പഠിക്കണം, സൂര്യന് താഴെയുള്ള എല്ലാം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡിസപ്പോയിന്റ് ആവേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നവർ ഒരു കാലത്ത് നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. അവരും അവരുടെ അറിവുകൾ ബിൽഡ് ചെയ്താണ് ഇപ്പോൾ ഈ കാണുന്ന പൊസിഷനിൽ എത്തിയത്. പഠനത്തെ വ്യത്യസ്ത രീതിയിൽ ആസ്വദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. അതൊരു സത്യം മാത്രമാണ്. അങ്ങനെയുള്ള ചില വഴികൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ ഇതുപോലെ അടിപൊളി ടിപ്സും ട്രിക്സുമായിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.